വെൽക്കം ബാക്ക് ടു PSC ലൈഫ് ടോക്സ്. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതുവരെ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അതിനോടൊപ്പം തന്നെ കുറച്ച് കാര്യങ്ങൾ UP ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ നടത്തുന്നവർക്കായിട്ട് പറയണമെന്ന് തോന്നി. നമ്മൾ ആദ്യമൊക്കെ ഡിസ്കസ് ചെയ്ത വിഷയങ്ങളാണ്. എങ്ങനെയാണ് ഒരു PSC ഇൻ്റർവ്യൂവിന് ഒരുങ്ങേണ്ടത്, ഏതെല്ലാം കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ പറ്റിയൊക്കെ നമ്മൾ കുറച്ചുകൂടി അറിഞ്ഞിട്ട് വേണം നമ്മൾ ആ ഇൻ്റർവ്യൂവിനായിട്ട് ഒരുങ്ങാനായിട്ട്. ഇൻ്റർവ്യൂ എന്ന് കേൾക്കുമ്പോൾ തന്നെ പലരുടെയും ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നുണ്ടാവും അല്ലേ? കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു എക്സാം പാസ്സായി എങ്കിൽ പോലും അതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ്, അതായത് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ പ്രത്യേകിച്ച് നമുക്കൊരു ചെറിയ തരത്തിലൊരു മുട്ടിടിയും ഒരു ശബ്ദമിടറിലൊക്കെ എത്ര കോൺഫിഡൻ്റ് ആയ ഒരു വ്യക്തിക്ക് പോലും ഉണ്ടായിരിക്കും. കാരണം അത് നമ്മൾ എക്സാം എഴുതുന്ന പോലെയല്ല, മറ്റു വ്യക്തികളുടെ മുമ്പിൽ നമ്മളെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നോ എന്നതിനനുസരിച്ചാണ് ഇൻ്റർവ്യൂവിന് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത്. അധ്യാപക വൃത്തി സ്വീകരിക്കുന്നവരിൽ ഒരു 75% സ്ത്രീകളാണ് എന്നാണ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത്. സ്ത്രീകളിൽ സ്വാഭാവികമായിട്ടുള്ളൊരു സംഭവമാണ് ആവശ്യമില്ലാത്ത ടെൻഷൻ. ഒരു സദസ്സിനെ അഭിമുഖീകരിക്കുമ്പോഴൊക്കെ സ്ത്രീകൾ ഒരുപാട് പലതരത്തിലുള്ള ഇറിറ്റേഷൻ, അവരുടെ പലതരത്തിലുള്ള ആംഗ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് പിടിച്ച് അവരത് ശരിയാക്കുന്നത് കാണാം, അല്ലെങ്കിൽ കൈ കൂട്ടിത്തിരുമ. ഇതൊക്കെ പുരുഷന്മാരിലും ടെൻഷൻ എന്ന് പറയുന്നത് ഉണ്ട്. എങ്കിലും ഒരു ടീച്ചിങ് പ്രൊഫഷനിൽ കൂടുതൽ അധ്യാപകർ എന്ന് പറയുന്നത് സ്ത്രീകൾ ആയതുകൊണ്ടാണ് ഞാൻ ഇത്തരം ഒരു കാര്യം പറഞ്ഞത്. നമുക്ക് ഇൻ്റർവ്യൂ പ്രിപ്പറേഷന് ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മുടെ ടെൻഷൻ അകറ്റി കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇതിന് ആവശ്യമായ കാര്യങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഒരു പരീക്ഷ തന്നെയാണ്, പക്ഷെ അതൊരു ഓറൽ ടെസ്റ്റാണ്. റിട്ടൺ ടെസ്റ്റ് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഇൻ്റർവ്യൂ. നമുക്കറിയാം 20 മാർക്കാണ് ഇൻ്റർവ്യൂവിനായിട്ട് നീക്കി വെച്ചിട്ടുള്ളത്. സാധാരണയായിട്ട് 10 മുതൽ 15 മിനിറ്റ് വരെയൊക്കെയാണ് ഒരു ഇൻ്റർവ്യൂവിന് നൽകാറുള്ളത്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു LP ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് 5 മുതൽ 6 മിനിറ്റ് വരെയാണ് മാക്സിമം ഓരോ കുട്ടികൾക്കും എടുത്തിട്ടുള്ളത്. 4, 5, 6 മിനിറ്റൊക്കെയാണ് ഒരു ആവറേജ്, ഒരുവിധം ഒരു 70-75% ആളുകളുടെയും ഇൻ്റർവ്യൂ ടൈം എന്ന് പറയുന്നത് 4 മുതൽ 6 വരെയുള്ളൊരു മിനിറ്റ്, അത്രയും സമയം മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി UP ഇൻ്റർവ്യൂവിന് ടൈം കൂടുമോ എന്നറിയില്ല. ഇവിടെ LP ഇൻ്റർവ്യൂവിന് ടൈം കുറയാനുള്ളൊരു പ്രധാന കാരണം നമുക്ക് ഡെമോ ക്ലാസ്സുകൾ എടുക്കേണ്ടി വന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. ഡെമോ ക്ലാസ്സുകൾ എടുക്കാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ അങ്ങനെ ഒരു 5 മിനിറ്റ് അതിനായിട്ട് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ഇവിടെ LP ഇൻ്റർവ്യൂകളിൽ വെറും 5-6 മിനിറ്റാണ് മാക്സിമം ഒരു ഇൻ്റർവ്യൂ കാൻഡിഡേറ്റിന് ടൈം കിട്ടിയത്. നമ്മുടെ അറിവിനെ അളക്കലല്ല ഇൻ്റർവ്യൂവിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇൻ്റർവ്യൂ എന്നാൽ ഇന്നർ വ്യൂ ആണ്. അതായത് നിങ്ങളുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ്, മെൻ്റൽ സ്ട്രെങ്ത് എങ്ങനെയാണ്, കോൺഫിഡൻസ് ലെവൽ എങ്ങനെയാണ്, ഇതെല്ലാം അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇൻ്റർവ്യൂ എന്നുള്ളൊരു പ്രോസസ്സ് നടത്തുന്നത്. റിട്ടൺ ടെസ്റ്റിന് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രം. എന്നാൽ ഇൻ്റർവ്യൂവിന് അങ്ങനെയല്ല, വ്യത്യസ്ത തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതായത് ഒബ്ജക്റ്റീവ് അല്ലാതെ തന്നെ നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള നമ്മുടെ അഭിപ്രായങ്ങൾ അറിയാനുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഒരു പാരഗ്രാഫ് ആയിട്ട് നമുക്ക് ഉത്തരം പറയേണ്ട ചോദ്യങ്ങൾ, ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ചോദ്യങ്ങൾ ഇൻ്റർവ്യൂവിന് നമുക്ക് നേരിടേണ്ടി വരും. റിട്ടൺ ടെസ്റ്റ് എഴുതി വിജയിച്ചവർ തമ്മിലുള്ളൊരു മത്സരമാണ്. അതിനാൽ തന്നെ മത്സരത്തിൻ്റെ കാഠിന്യം ഏറും എന്ന് നമുക്കറിയാം. റിട്ടൺ ടെസ്റ്റിന് കിട്ടിയ മാർക്കിനൊപ്പം ഇൻ്റർവ്യൂവിന് നേടുന്ന മാർക്ക് കൂടി കൂട്ടിയാണ് നമ്മുടെ റാങ്ക് തീരുമാനിക്കുന്നത്. ഇൻ്റർവ്യൂവിന് 2 മാർക്ക് കൂടുതൽ നേടിയാൽ റാങ്ക് ലിസ്റ്റിൽ അനേകം പേരുടെ മുന്നിൽ ചിലപ്പോൾ നമുക്ക് എത്താൻ കഴിയും. ഇത് വർഷങ്ങൾ വ്യത്യാസത്തിൽ ജോലിക്ക് കയറാനുള്ളൊരു സാധ്യതയും ഇതിൽ ഉണ്ടാകും. ശമ്പള വർധനവ്, ശമ്പളത്തിൽ ഉണ്ടാകുന്ന വർധനവ് പെൻഷനും ഗുണകരമാകും. അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം പ്രാധാന്യത്തോടെ റിട്ടൺ ടെസ്റ്റ് കണ്ടോ അതേ പ്രാധാന്യത്തോടെ തന്നെ കാണേണ്ട ഒന്നാണ്. എന്നാൽ
ഒരുപാട് വാരി വലിച്ച് പഠിച്ചതുകൊണ്ട് ഒരിക്കലും ഇൻ്റർവ്യൂവിന് മാർക്ക് കൂടണമെന്നില്ല. അതാണ് പറഞ്ഞത്, നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഉയർത്തുക എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇൻ്റർവ്യൂവിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ധാരണയോടെ വേണം ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാൻ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ്റർവ്യൂവിന് പങ്കെടുത്ത ടീച്ചേഴ്സുമായിട്ടുള്ളൊരു തുറന്ന സംഭാഷണം, അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങൾ കേൾക്കൽ എന്നത്. നമ്മൾ ഇതിനു മുൻപ് നടത്തിയ 15-20ഓളം വീഡിയോസ് കഴിഞ്ഞ ഇൻ്റർവ്യൂകളിൽ ചോദിച്ച ചോദ്യങ്ങളുമായിട്ടുള്ളൊരു വിശകലനമാണ് നടത്തിയത്. അത് ആ ചോദ്യങ്ങളുടെ ഉത്തരം പഠിക്കുക എന്ന് മാത്രമല്ല, എങ്ങനെയെല്ലാമാണ് ഇൻ്റർവ്യൂ ബോർഡ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് തന്നെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അതിനു മുൻപ് നമ്മൾ ഏതൊക്കെ ചോദ്യങ്ങൾ, നമ്മൾ LP UPക്ക് പഠിച്ച പോലെ ഒരുപാട് ചോദ്യങ്ങളാണ് പഠിച്ചത്, ചോദ്യങ്ങൾ, അവയുടെ ഉത്തരങ്ങൾ. തുടർന്ന് നമ്മൾ ഇൻ്റർവ്യൂ തുടങ്ങിയപ്പോൾ നമ്മൾ പല ജില്ലകളിൽ നിന്നും, നമ്മുടെ കേരളത്തിൽ തന്നെ മിക്കവാറും എല്ലാ ജില്ലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചോദിച്ച ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അതിൻ്റെ ആൻസേഴ്സ്, എന്നെക്കൊണ്ട് കഴിയും വിധം ആൻസേഴ്സും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇൻ്റർവ്യൂ പോകുന്നതിന് മുമ്പ് അത്തരം വീഡിയോസ് നിങ്ങൾ ഓരോന്നും ഭയങ്കര വിശകലനം ചെയ്തുകൊണ്ട് കേൾക്കണമെന്നല്ല, നല്ല സ്പീഡിൽ, ഇപ്പോൾ അതിൽ നമ്മൾ സംസാരിക്കുന്ന ഒരു സ്പീഡിലായിരിക്കുമല്ലോ വീഡിയോസൊക്കെ ഉണ്ടാവുക. സ്പീഡ് കൂട്ടിയിട്ടിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടുപോകുക. ആ ഒരു ചോദ്യങ്ങളായിട്ട് നിങ്ങൾ പരിചയം വരുത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഫ്രണ്ട്സായിട്ടൊരു മോക്ക് ഇൻ്റർവ്യൂ പോലെയൊക്കെ നടത്തുകയാണെങ്കിൽ അത് നമുക്ക് തന്നെ നമ്മുടെ ഒരു പെർഫോമൻസ് എങ്ങനെയാണെന്ന് അറിയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇൻ്റർവ്യൂ ബോർഡിൽ സാധാരണയായിട്ട് 4-5 അംഗങ്ങൾ ഉണ്ടാകും എന്നാണ് പറയുന്നത്. എന്നാൽ LPയുടെ ലിസ്റ്റിൻ്റെ വലുപ്പം കൊണ്ടാണോ എന്നറിയില്ല, 3 അല്ലെങ്കിൽ 2 ഇൻ്റർവ്യൂ മെമ്പേഴ്സൊക്കെയാണ് അവസാനമായപ്പോൾ LP ഇൻ്റർവ്യൂവിനുണ്ടായിരുന്നത്. ആദ്യമൊക്കെ 4 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. 4 മെമ്പേഴ്സൊക്കെ ഉണ്ടാകുമ്പോൾ സബ്ജക്റ്റ് എക്സ്പേർട്ട് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ അവസാനമൊക്കെ ആയപ്പോൾ 2 മെമ്പേഴ്സൊക്കെ ആയപ്പോൾ ഒരു PSC ചെയർമാനും, രണ്ടാമത്തേത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ടീച്ചറായിരിക്കും. പക്ഷേ ആ ടീച്ചർ എല്ലാ സബ്ജക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ എല്ലാ വിഷയങ്ങളും നമ്മൾ പഠിച്ചിരിക്കണം. മറ്റൊരു പ്രധാന കാര്യം എനിക്ക് പറയാനുള്ളത്, ഒരു ഉത്തരം, നിങ്ങളുടെ ഒരു ഉത്തരത്തിൽ നിന്നാണ് അടുത്ത ഒരു ചോദ്യം ജനിക്കുക. അതിനാൽ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഉത്തരങ്ങളെല്ലാം തന്നെ മുൻകൂട്ടി ആലോചിച്ച് തീരുമാനിക്കണം. അതായത് നിങ്ങൾ നിങ്ങളുടെ ബയോഡാറ്റയെ ബേസ് ചെയ്തിട്ട് ഒരു ഇൻട്രോ പ്രിപ്പയർ ചെയ്യുമല്ലോ. അപ്പോൾ അതിൽ പറയുന്നതിനെ പറ്റിയിട്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും എന്താണ് പറയുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് അതിനെപ്പറ്റി ഉള്ളിലേക്ക് ചോദിക്കുകയാണെങ്കിൽ പറയാനായിട്ട് നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഒരു കുട്ടിയോട് ചോദിച്ചത്, എക്സാമ്പിളായിട്ട് കഴിഞ്ഞ മാസം നടന്ന ഇൻ്റർവ്യൂവിൽ ചോദിച്ചതാണ്. ആ കുട്ടിയുടെ പഠിച്ച ഒരു സ്കൂള്, ആ സ്കൂളിപ്പോൾ നവകേരള പദ്ധതിയുടെ ഭാഗമായിട്ട് വളരെ മികച്ച നിലയിൽ ഒരുപാട് നൂതന സൗകര്യങ്ങളോടുകൂടി, ഒരുപാട് മാറ്റങ്ങളോടുകൂടി അത് ഉയർന്നു വന്നു. അതിനെപ്പറ്റി ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. തുടർന്ന് നവകേരള പദ്ധതി അതുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത് 6-7 ക്വസ്റ്റ്യൻസ് ആ കുട്ടിക്ക് നേരിടേണ്ടി വന്നു. ആ കുട്ടി പ്രിപ്പയർഡ് ആയിരുന്നു, അതുകൊണ്ട് ആ കുട്ടിക്ക് പ്രോബ്ലംസ് ഒന്നും ഉണ്ടായില്ല. നിങ്ങളുടെ ബയോഡാറ്റയിൽ നിന്ന് തന്നെയായിരിക്കും ചോദ്യങ്ങൾ എന്നുള്ള കാര്യം പ്രതീക്ഷിക്കുക. ഒരുപാട് പേർക്ക് ആ ബയോഡാറ്റയിൽ നിന്ന് മാത്രം ചോദ്യങ്ങൾ ചോദിച്ച് ഇൻ്റർവ്യൂ അവസാനിപ്പിച്ച സന്ദർഭങ്ങൾ നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ മറ്റു ചിലരോട് ഇൻ്റർവ്യൂവിൽ ബയോഡാറ്റയെ പറ്റി സംസാരിക്കുകയേ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാത്തിനും പ്രിപ്പയർഡ് ആയിരിക്കണം. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ പറയാൻ പോകുന്ന, അതായത് പ്രിപ്പയർഡ് ചെയ്തു പോകുന്ന ഉത്തരങ്ങൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിഞ്ഞു പോകുക. പിന്നെ അവർ ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ട് പിന്നെയും ചോദ്യങ്ങൾ വരാതെ നമുക്ക് എന്തായാലും പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കണമെന്നില്ല. അതുപോലെ തന്നെ നമ്മളെ PSC ആ ഒരു ഇൻ്റർവ്യൂവിനായിട്ട് ചെല്ലുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ മൊബൈൽ സൈലൻ്റ് ആക്കി വയ്ക്കുക, അല്ലെങ്കിൽ എയറോപ്ലെയിൻ മോഡിൽ വയ്ക്കുക. അവിടെ ചെന്നതിന് ശേഷം അവർ വീണ്ടും പലപ്പോഴും ഞാൻ കണ്ടതാണ്, റിപ്പീറ്റ് ചെയ്ത് അവർ പറയുകയുണ്ടായി, നിങ്ങളുടെ ഫോൺ യൂസ് നിർത്തണം, അത് സ്വിച്ച് ഓഫ് ചെയ്യണം. അതൊരു നമുക്ക് തന്നെ ഒരു ഇറിറ്റേഷനായിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് ഈ ഒരു സമയത്ത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊന്ന്,
ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പിൽ എത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. എൻ്റെ ഒരു അനുഭവത്തിൻ്റെ കൂടി പരിചയത്തിൽ പറയുന്നതാണ്. നമ്മൾക്കൊരു 3 ആൾ മുൻപിൽ ഇൻ്റർവ്യൂ എത്തി നിൽക്കുമ്പോഴും നമ്മുടെ പുസ്തകങ്ങളെല്ലാം തന്നെ മാറ്റി വയ്ക്കുക. തുടർന്ന് നമ്മുടെ പുസ്തകങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചതൊക്കെ ഓർക്കാമെന്നല്ലാതെ ആ ഒരു സമയത്തുള്ള ഒരു ഹറിബറി വായനയൊന്നും വേണ്ട. അത് കഴിഞ്ഞതിന് ശേഷം അല്പം വെള്ളം കുടിക്കുക, ഫ്രഷ് ആയിട്ടിരിക്കുക. അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അനുവാദം ചോദിച്ചതിന് ശേഷം മാത്രം കയറുക. ചിലവർ നമ്മുടെ പേര് വിളിച്ച് അവരുടെ കയ്യിൽ നമ്മുടെ ബയോഡേറ്റ ഉണ്ടാവും. പേര് വിളിച്ചതിന് ശേഷം നമ്മളെ ഉള്ളിലേക്ക് ക്ഷണിക്കും. മറ്റു ചിലർ വരുമെന്ന് മാത്രമേ പറയുള്ളൂ. അത് കഴിഞ്ഞ് അവർ ഇരിക്കാൻ പറഞ്ഞതിന് ശേഷം മാത്രം ഇരിക്കുക. അതുപോലെ കൈകൾ വയ്ക്കുമ്പോൾ സൂക്ഷിച്ച്, അതായത് ഒരുപാട് ആക്ഷൻസ് ഇല്ലാതെ കൈകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇൻ്റർവ്യൂ ബോർഡിന് മുൻപിൽ എത്തി കഴിഞ്ഞാൽ നിങ്ങളോട് ആദ്യം തന്നെ പറയുന്നതായിരിക്കും ഒരു പരിചയപ്പെടുത്തലായിരിക്കും. എല്ലായ്പ്പോഴും ഉണ്ടാകണമെന്നില്ല. ഞാൻ പൊതുവായിട്ടുള്ളൊരു പ്രൊസീജിയറാണ് പറയുന്നത്. എന്നോട് ഒരു ഇൻട്രോ പറയാനായിട്ട് പറഞ്ഞില്ല. മറ്റു പലരോടും അതെ പറഞ്ഞിട്ടുണ്ടായില്ല. എന്നാൽ ഒരുപാട് പേരോട് ഇൻട്രോ പറയാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഒരു സെൽഫ് ഇൻട്രോ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. അത് വളരെ നന്നായിട്ട് നമുക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻ്റർവ്യൂ ബോർഡിന് അംഗങ്ങളിലൊരു ഒരു ഒരു മതിപ്പ് ഉളവാക്കുന്ന ഒരു കാര്യമാണ്. സെൽഫ് ഇൻട്രോ എങ്ങനെയാണ്, അതിനൊരു ഓർഡർ ഉണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ തുടർന്ന് ഒരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. മറ്റൊന്ന്, ഇൻ്റർവ്യൂവിൽ ഏത് ചോദ്യങ്ങൾ ചോദിച്ചാലും ആര് ചോദിച്ചാലും എല്ലാവരോടായിട്ട് ഉത്തരങ്ങൾ പറയാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എല്ലാ ബോർഡ് മെമ്പേഴ്സിനോടും ഒരു ഐ കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യാം. ഉത്തരങ്ങൾ എല്ലാവരോടും ആയിട്ട് പറയുന്നതിനോടൊപ്പം തന്നെ നമുക്ക് അറിയാത്ത ചോദ്യങ്ങളാണ് ചോദിക്കുന്നതെങ്കിൽ അറിയില്ല എന്ന് തന്നെ ഉത്തരം പറയുക. നെക്സ്റ്റ് തിങ് ഈസ് അബൌട്ട് ബയോഡാറ്റ. ബയോഡാറ്റ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ലിസ്റ്റിലുള്ളവർ അവർ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, അതിൽ നിന്നും ഡിഫറൻ്റാണ് പുതിയ ബയോഡാറ്റ. അതുപോലെ തന്നെ ആ ബയോഡാറ്റയിൽ TTCക്ക് ആണെങ്കിൽ TTC +2 കഴിഞ്ഞ് LP ഇൻ്റർവ്യൂ ചെയ്യുന്നവരാണെങ്കിൽ, അതിനു വേണ്ടി പോവുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും 2 ബയോഡാറ്റകളാണുള്ളത്, 28A. അപ്പോൾ നമ്മൾ അതിൽ ഡിഗ്രിക്കായിട്ടുള്ളൊരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തവർക്കൊരു ബയോഡാറ്റ ഉണ്ട്, ഡിഗ്രി കംപ്ലീറ്റഡ് അല്ലാത്തവർക്കൊരു ബയോഡാറ്റ ഉണ്ട്. അത് രണ്ടും ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ പൂരിപ്പിച്ച് കൊണ്ടുപോകാൻ. എന്നാൽ UPക്ക് അങ്ങനെയല്ല, എല്ലാവരും ഡിഗ്രി കഴിഞ്ഞവരാകണം. ഇല്ലാത്തവരുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലെ 28A എന്നുള്ളത് ചെക്ക് ചെയ്ത് നമ്മുടെ OTV നമുക്ക് വരുമല്ലോ, നമുക്ക് എന്നാണ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞുകൊണ്ടൊരു മെസ്സേജ് വരും. അതിലുണ്ടാകും നമുക്ക് ഏത് ബയോഡാറ്റ ഫോമാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നത്. അപ്പം അതിനനുസരിച്ച് ശ്രദ്ധിച്ച് വായിച്ചതിന് ശേഷം മാത്രം ഫോം ഫില്ല് ചെയ്യുക. മറ്റൊന്ന്, നമ്മൾ ആ ബയോഡാറ്റയിൽ രേഖപ്പെടുത്തേണ്ട കാര്യങ്ങൾ, അതിനെപ്പറ്റി ഒരു പ്രത്യേക വീഡിയോ ചെയ്യാൻ ഒരുപാട് പേര് ആവശ്യപ്പെട്ടതാണ്. അതിനെപ്പറ്റിയൊരു പ്രത്യേക വീഡിയോ തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ബയോഡാറ്റ എന്ന് പറയുന്നത് വളരെ ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ എല്ലാവരോടും ചോദിച്ചു പോകുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് നമ്മളൊരു ടീച്ചർ ഇൻ്റർവ്യൂവിന് പോകുന്നത് കൊണ്ട് നമ്മൾ പഠിച്ചു പോകേണ്ട കുറച്ച് കാര്യങ്ങൾ, ആ പോയിൻറ്റ്സ് തീർച്ചയായിട്ടും എല്ലാവരും നോക്കി പോകേണ്ട കാര്യങ്ങളാണ്. അതെന്ന് പറയുന്നത്, അധ്യാപക വൃത്തി നിങ്ങൾ സ്വീകരിക്കാൻ കാരണം എന്താണ്, നിങ്ങൾക്ക് ആ ഒരു അനുഭവം, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടെങ്കിൽ ആ ഒരു റീസൺ കൃത്യമായിട്ട് പറയാം. അതുപോലെ വിദ്യാഭ്യാസത്തിൻ്റെ നിർവചനം, രീതികൾ, ഇതിനെക്കുറിച്ചുള്ളൊരു അവയർനെസ് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ്. മറ്റൊന്നാണ് പാഠ്യപദ്ധതി. പാഠ്യപദ്ധതി എന്ന് പറയുമ്പോൾ നമ്മൾ NCF 2005, KCF 2007, കേരള സ്കൂൾ പാഠ്യപദ്ധതി 2013, അതിൻ്റെ പൊതു സമീപനം NCF 2023, KCF 2023, ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ ഇതിൽ നിന്ന് എല്ലാ ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. മറ്റൊന്നാണ് അധ്യാപനം ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമുക്ക് എന്താണ് അധ്യാപന ജോലി താല്പര്യം വരാൻ കാരണം എന്നുള്ളത്. അതുപോലെ നമ്മൾ തീർച്ചയായിട്ടും നോക്കി പോകേണ്ട കാര്യമാണ് അധ്യാപനം ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ. നമ്മൾ ഫസ്റ്റ് ചെയ്ത വീഡിയോസിൽ ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് നമ്മൾ വളരെ ഓരോ വീഡിയോസിലായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസേഴ്സൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അധ്യാപനം ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ, അതുപോലെ ഭാരതത്തിലെ അധ്യാപകരെ പറ്റിയിട്ട്
ഒരു പണ്ട് മുതലുള്ള ഒരു ചരിത്രം, അതിൻ്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ ഇപ്പോൾ ഭരണഘടനാ മൂല്യങ്ങൾ എന്തെല്ലാമാണ്, വ്യക്തിപരമായിട്ടുള്ള മൂല്യങ്ങൾ, ഇതൊക്കെ നമുക്ക് ഒഴുക്കോടെ പറയാൻ കഴിയേണ്ട കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ വിദ്യാഭ്യാസ കമ്മീഷനുകളുണ്ട്. അതുപോലെ 3 വിദ്യാഭ്യാസ നയങ്ങൾ, ദേശീയ വിദ്യാഭ്യാസ നയം 2020 വളരെ റെലവൻ്റ് ആയിട്ട് ഒരുപാട് പേരോട് LP ഇൻ്റർവ്യൂവിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. ഇതിനെ പറ്റി നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയം 2020, ഇതിൽ നിന്ന് ഉറപ്പായിട്ട് നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ ഇന്ത്യൻ ഭരണഘടനയിലെ വിദ്യാഭ്യാസമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾസ് ഉണ്ട്. ആർട്ടിക്കിൾസ് 21A, 51A, 24, 45, 46 ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിനെ പറ്റിയും ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റ്സിനെ പറ്റിയിട്ട് നമ്മൾ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. ഇതൊക്കെ പഠിച്ചിരിക്കേണ്ടതാണ്. ഇതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തതാണ് നമ്മൾ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്. ഈ ചോദ്യങ്ങളെല്ലാം തന്നെ ഇൻ്റർവ്യൂവിന് ഇടയിൽ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. നവകേരള മിഷൻ, കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, പ്രിസം എന്നിവയെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് വന്ന ചോദ്യങ്ങളാണ്. ഇനിയും പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് DPP, SSA, RMSA, SSK തുടങ്ങിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പദ്ധതികൾ. ഇൻഫർമേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട IT സ്കൂൾ, ലിറ്റിൽ കൈറ്റ്സ്, കൂള്, എഡ്യൂസാറ്റ്, വിക്ടേഴ്സ്. മറ്റൊന്ന് RTE ആക്ട് 2009. അതുപോലെ ഖാദർ കമ്മിറ്റി 2022 റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്, അതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം അതുകൂടി നിങ്ങൾ നോക്കണം. എന്നോടൊക്കെ അതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുക മാത്രമല്ല, അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ചോദിച്ചു, അതായത് എൻ്റെ അഭിപ്രായം. സോ റെലവൻ്റ് ആയ കാര്യങ്ങളെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി നിങ്ങൾ പറയാനായിട്ട് റെഡി ആയിട്ടിരിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഒരു ഇൻ്റർവ്യൂവിന് മുമ്പ് പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ടിങ് എന്ന് പറയുന്ന നിലയിൽ പഠിച്ചു വയ്ക്കേണ്ട കാര്യങ്ങൾ. ഈ ഒരു വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ശുഭാപ്തി വിശ്വാസം മുന്നോട്ട് പിടിച്ചുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. വീഡിയോസ് എല്ലാം തന്നെ കാണാൻ നിങ്ങളുടെ കമൻറ്റ്സ് താഴെ രേഖപ്പെടുത്തുക.